എല്ലാവരെയും ധാരാളമായി ഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ ഇന്നെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി ബഥേൽ ഗോസ്പൽ മിനിസ്ട്രിയുടെ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കി തന്ന എല്ലാ സൗഭാഗ്യത്തിനുമായി ഞാൻ എന്റെ ദൈവത്തിന് സകല മാനവും മഹത്വം അർപ്പിക്കുന്നു. എന്നെ കൂട്ടായ്മയ്ക്ക് ക്ഷണിച്ച റോയ് പാസ്റ്റർ, കുടുംബം, ഇതിന്റെ ടീം അംഗങ്ങൾ എല്ലാവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പകൽക്കാലം കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ ഡിവൈസുകളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നാം ഇന്ന് പകൽക്കാലമായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് രുചിച്ചറിയുവാൻ ദൈവം ഇടയാക്കും. ഹാലേലൂയ. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവം ഇടയായി തീരും. ഹാലേലൂയ. നമുക്ക് പ്രാരംഭമായ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് കടക്കാം. സ്തോത്രം. ഇന്ന് പകൽക്കാലം കഴിഞ്ഞ ദിവസം ഈ ദൈവവചനം ഇന്ന് ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ദൈവം തന്ന ഒരു വാക്കാണ് നിക്ഷേപം, ഡിപ്പോസിറ്റ്. ഹല്ലേലൂയ. അപ്പോൾ ഡിപ്പോസിറ്റിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. ലോകത്തിൽ ആയിരിക്കുന്ന നമ്മൾ ഒക്കെ ഏതൊരു മനുഷ്യനും ഡിപ്പോസിറ്റ് ചെയ്യുന്നവരാണ്, അല്ലയോ? എല്ലാവർക്കും ഡിപ്പോസിറ്റ് ഉണ്ട്. ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ട്, വീട്ടിൽ ഡിപ്പോസിറ്റ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിലെല്ലാം നമ്മൾ നിക്ഷേപം ഉള്ളവരാണ്, അല്ലെങ്കിൽ നാം നിക്ഷേപിക്കുന്നവരാണ്. നിക്ഷേപത്തിൽ രണ്ട് വിധത്തിലുള്ള നിക്ഷേപങ്ങളുണ്ട്. ഒന്ന് നശിച്ചു പോകുന്ന, നഷ്ടപ്പെടുന്ന നിക്ഷേപം. രണ്ട് നഷ്ടപ്പെടാത്ത നിക്ഷേപം. രണ്ട് വിധ നിക്ഷേപങ്ങളുണ്ട്. ഈ ലോക മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഈ ലോകത്തിൽ നിക്ഷേപിക്കുന്നു. ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ജോലി കിട്ടുന്ന തന്റെ ഉപജീവന വേതനത്തിൽ നിന്ന് ഒരു വീതം എടുത്ത് ബാങ്കിലോ മറ്റേതെങ്കിലും സേഫായ വിധത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഇൻഷുറൻസുകളിൽ എടുക്കുന്നു, LIC പോലുള്ള കാര്യങ്ങളിൽ അത് അവർ ഡിപ്പോസിറ്റ് ചെയ്യുന്നു, മെഡിക്കൽ ഇൻഷുറൻസുകളിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ആമേൻ. ചിലരാണെങ്കിൽ വില കുറഞ്ഞ ചില ദൂര പ്രദേശങ്ങളിൽ പോയി വില കുറഞ്ഞ സ്ഥലങ്ങൾ വാങ്ങി അവർ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ചിലർ വില കുറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ചെന്ന് വീടുകൾ വാങ്ങി അവർ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? കുറച്ച് സമയം കഴിയുമ്പോൾ, ചില നാളുകൾ, വർഷങ്ങൾ കഴിയുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ലാഭം ലഭിക്കത്തക്ക വണ്ണമുള്ള വില വരുമ്പോൾ അവർ അത് വിൽക്കുന്നു. സ്തോത്രം. ഇനി അതിനകത്ത് തന്നെ മറ്റൊരു ഡിപ്പോസിറ്റ് ഉണ്ട്, ബ്ലേഡ് എന്ന് പറയും. പലിശയ്ക്ക് കൊടുക്കുക. പലിശക്കാരെയൊക്കെ നമുക്കറിയാം. 10,000 രൂപ നമ്മൾ പലിശയ്ക്ക് എടുത്താൽ അതിൽ 1,000 രൂപ അവർ കട്ട് ചെയ്തിട്ട് ബാക്കി 9,000 രൂപ തരും. അപ്പോൾ ഡെയിലി 100 ദിവസം കൊണ്ട് ആ പണം നമ്മൾ തിരിച്ചു കൊടുക്കണം. അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നവരുണ്ട്. സ്തോത്രം. വ്യത്യസ്തമായ നിലകളിലൊക്കെ നമുക്കിതിനെ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് വചനത്തിലേക്ക് കടക്കാം. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 19 മുതൽ 21 വരെയുള്ള വേദഭാഗം. 19, 20, 21 ഒന്ന് വായിച്ചാട്ട്. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ആമേൻ. മതി. ഇവിടെ 19-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഭൂമിയിലെ ഡിപ്പോസിറ്റിനെ കുറിച്ചാണ്, നിക്ഷേപത്തെ കുറിച്ചാണ്. ഭൂമിയിൽ നിക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാം ഈ ലോകത്തിൽ, നാം ഈ ശരീരത്തിലായിരിക്കുമ്പോൾ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം ചെയ്യുന്ന ഭൗതികമായ, സാമ്പത്തികമായ മേഖലകളിലുള്ള നിക്ഷേപത്തെ കുറിച്ചാണ്. 20-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കർത്താവ് പറഞ്ഞു സ്വർഗത്തിലെ നിക്ഷേപം. ഒന്ന് ഭൂമിയിലെ നിക്ഷേപം, അല്ലെങ്കിൽ ഈ ലോകത്തിലെ നിക്ഷേപം. രണ്ടാമത്തെ നിക്ഷേപം സ്വർഗത്തിലെ നിക്ഷേപം. ഇതെവിടെയാണെങ്കിലും ഏതൊരു മനുഷ്യനും, അവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിലും ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത വ്യക്തിയാണെങ്കിലും, ഇന്ന് പകൽക്കാലം
നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കണം, എന്റെ നിക്ഷേപം, എന്റെ ഡിപ്പോസിറ്റ് ഏത് ബാങ്കിലാണ്? ഈ ലോകത്തിലെ ബാങ്കിലാണോ? എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലാണോ ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്, അതോ സ്വർഗത്തിലാണോ? ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് രണ്ട് വിധത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യാം. മനുഷ്യൻ ഈ ലോകത്തിൽ മാത്രം ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവൻ ചെയ്യുന്ന ഡിപ്പോസിറ്റിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. എന്നിട്ട് മൂന്നാമത്തെ കാര്യം പറയുകയാണ്, 21-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. നീ എവിടെയാണോ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്റെ ഹൃദയം ഇരിക്കും. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ കേരളത്തില് പല സ്ഥലങ്ങളിലുമുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ കോപ്പറേറ്റീവ് ബാങ്കുകളിലൊക്കെ സംഭവിച്ച ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. നേരിട്ടും അല്ലാതെയും ന്യൂസിലൂടെയൊക്കെ നമ്മൾ കണ്ടതാ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അഹമ്മദാബാദിൽ ഞങ്ങൾ പാർക്കുന്നിടത്ത് ചില ബാങ്കുകൾ ബ്രേക്ക് ആയിപ്പോയി. ചില കോപ്പറേറ്റീവ് ബാങ്കുകൾ ബ്രേക്ക് ആയിപ്പോയി. ഞങ്ങൾ രാത്രി നടക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ, പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല, തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ വലിയ ലൈനാണ് ബാങ്കിന്റെ മുമ്പിൽ. ഭയങ്കര ലൈനാണ്. കാര്യം എന്താണെന്നറിയാമോ? ആ ബാങ്കിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ചെയർമാൻ കിട്ടിയ പണം കൊണ്ട് ആള് മുങ്ങി. ഡിപ്പോസിറ്റ് ചെയ്തവർക്ക് ആ പണം നഷ്ടപ്പെട്ടു. ഡിപ്പോസിറ്റ് ചെയ്തവർക്ക് ആ പണം നഷ്ടപ്പെട്ടു. അവരുടെ നിക്ഷേപം നഷ്ടപ്പെട്ടു. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ നിക്ഷേപം ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ, ദൈവവുമായുള്ള ബന്ധത്തിൽ, സ്വർഗത്തിലാണോ നാം നിക്ഷേപം ചെയ്തിരിക്കുന്നത്, ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്ക് എങ്ങനെയൊക്കെ സ്വർഗത്തിൽ നിക്ഷേപിക്കാം, എങ്ങനെയൊക്കെ ദൈവിക ബാങ്കിൽ അതിന്റെ ഡയറക്ടറായിരിക്കുന്ന, അതിന്റെ സർവവുമായിരിക്കുന്ന ദൈവത്തിൽ നമുക്ക് എങ്ങനെ ഒന്ന് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മൾ വായിച്ചു, കർത്താവ് പറഞ്ഞു, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയമിരിക്കും. ഇന്ന് പകൽക്കാലം നമ്മൾ ഈ സൂം മീറ്റിംഗിൽ ഇരിക്കുന്നുണ്ടാകാം. പക്ഷെ നമ്മുടെ ഹൃദയം എവിടെയാണോ നമ്മുടെ ഡിപ്പോസിറ്റ് ഇരിക്കുന്നത് അവിടെ ആയിരിക്കും. ശരീരം കൊണ്ട് ഇവിടെ ആയിരിക്കാം, ശരീരം കൊണ്ട് ചിലപ്പോൾ ഒരു സഭയിലായിരിക്കാം, ശരീരം കൊണ്ട് പ്രാർത്ഥനയിലായിരിക്കാം, ശരീരം കൊണ്ട് കൂട്ടായ്മയിൽ ഉണ്ടാകാം, ശരീരം കൊണ്ട് ചിലപ്പോൾ ഉപവാസ പ്രാർത്ഥനയിൽ ഉണ്ടാകാം. ഹല്ലേലൂയ. എന്നാൽ ഹൃദയം കൊണ്ട് അകന്നിരിക്കുന്നവർ, എവിടെയാണോ നാം നിക്ഷേപിച്ചിരിക്കുന്നത് അവിടെ നമ്മുടെ ഹൃദയം പോകും, നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോകും. എന്താ കാര്യം എന്നറിയാമോ? ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്ത കൊണ്ടാണ് ഹല്ലേലൂയ ഹൃദയം അങ്ങോട്ട് ചായുന്നത്. നാം എന്താണോ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്ത ആർക്കാണോ ഉള്ളത്, അവർ എവിടെയാണോ നിക്ഷേപം ചെയ്തിരിക്കുന്നത്, ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, അവരുടെ ഹൃദയം അങ്ങോട്ട് പോകും. അവർ എവിടെ പോയാലും അതായിരിക്കും ചിന്ത. സ്തോത്രം. ഈ ഡിപ്പോസിറ്റ് തന്നെ പല വിധത്തിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ബാങ്കിൽ തന്നെ പല വിധത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നവരുണ്ട്. ഹല്ലേലൂയ. സേവിങ് ഡിപ്പോസിറ്റ് ചെയ്യുന്നവരുണ്ട്. സ്ഥിരമായിട്ട് നല്ലൊരു മാസം നല്ലൊരു തുക ലഭിക്കത്തക്കവണ്ണം ഡിപ്പോസിറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ എന്ത് തന്നെ ആയിരുന്നാലും ഇവിടെ പറയുകയാണ്, പുഴുവും തുരുമ്പും കെടുക്കുന്ന, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപിക്കരുത്. അപ്പോ ചിലപ്പോ ചോദ്യം ചോദിക്കാം, പക്ഷേ ഞങ്ങൾ ഇവിടെ ഭൂമിയിലല്ലേ ജീവിക്കുന്നേ, ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നേ, ഞങ്ങൾക്ക് എന്തെങ്കിലും, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതണ്ടേ? തീർച്ചയായും കരുതണം, തീർച്ചയായും കരുതണം. പക്ഷെ
ആ കരുതുന്നതല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയം എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ് വിഷയം. എന്താണ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തത്? നമ്മൾ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം സ്വർഗത്തിൽ നിക്ഷേപം വേണമെന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ നിക്ഷേപിച്ചത്? എന്താണ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തത്? കർത്താവിന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ നിനക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ടെന്ന് കർത്താവ് പറയുന്നു, അല്ലേ? അങ്ങനെയല്ലേ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുള്ളേ? എന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ നിനക്ക് പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞാൽ അതൊരു ഡിപ്പോസിറ്റ് ആണത്, അതൊരു നിക്ഷേപമാണ്. ഇവിടെ പണം നിക്ഷേപിക്കുന്ന കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ ഈ പറയുന്നേ. ദൈവവുമായുള്ള ബന്ധത്തിൽ, ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നാം എന്താണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്? കർത്താവ് തന്റെ മഹത്വം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വേദഭാഗം പഠിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. താൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെത്താൻ താഴ്ത്തി. അപ്പോ ഏറ്റവും ഉന്നതനായിരുന്ന ഒരു വ്യക്തി, ഏറ്റവും ഉയരത്തിൽ, ഏറ്റവും ഹൈയസ്റ്റിൽ ഇരുന്ന ഒരു വ്യക്തി, ആ ദൈവം ഒരു ശരീരമെടുത്ത് ഈ ഭൂമിയിലേക്ക് നമ്മളിൽ ഒരുവനെ പോലെ നമ്മുടെ ഇടയിൽ, സ്തോത്രം, യോഹന്നാന്റെ സുവിശേഷം 1:14 നമ്മൾ വായിക്കുന്നുണ്ട്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണുന്നതും അല്പസമയം കഴിയുമ്പോൾ ഇല്ലാതായി പോകുന്നതുമായ നമ്മുടെ ഇടയിൽ, മനുഷ്യരുടെ ഇടയിൽ, പാപികളായ മനുഷ്യരുടെ ഇടയിൽ വിശുദ്ധനായ ദൈവം മനുഷ്യരൂപമെടുത്ത് തന്റെ മഹത്വം മാറ്റിവെച്ചിട്ട് താൻ ഇറങ്ങി വന്ന് പാർത്തു. അപ്പൊ കർത്താവും നിക്ഷേപിച്ചത് എവിടെയായിരുന്നു? സ്വർഗത്തിലായിരുന്നു. കർത്താവിന്റെ ഡിപ്പോസിറ്റ് സ്വർഗത്തിൽ തന്നെ ആയിരുന്നു. ഒരു മനുഷ്യരൂപം എടുത്തു വന്ന കർത്താവിന് നമ്മുടെ ഭാഷയിൽ, നമ്മുടെ ചിന്തയിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെയും പ്രവർത്തിക്കുന്നത് പോലെയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ കർത്താവ് എന്ത് ചെയ്തില്ല? അതൊന്നും ചെയ്തില്ല. ആ നിക്ഷേപങ്ങളെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. കർത്താവ് ചെന്നിടത്തൊക്കെ തന്റെ അടുക്കൽ വന്നവരെ ആരെയും എന്ത് ചെയ്ത് താൻ ആട്ടി ഓടിച്ചില്ല. 10 കുഷ്ഠരോഗികൾ ഒരിക്കൽ വന്നു യേശുവിന്റെ അടുത്ത്, ഇല്ലേ? നമ്മൾ വായിച്ചിട്ടില്ലേ? 10 കുഷ്ഠരോഗികൾ വന്നു. 10 പേരെയും, നീ എവിടെ നിന്ന് വന്നു? നീ ഏത് വീട്ടിലാ ജനിച്ചത്? നിന്റെ നാട് എവിടെയാ? വീട് എവിടെയാ? നിന്റെ കുലമേതാ? നിന്റെ കുടുംബമേതാ? നിന്റെ അപ്പന്റെ പേരേതാ? വല്യപ്പച്ചന്റെ പേരേതാ? ഇതൊന്നും കർത്താവ് ചോദിച്ചില്ല. ചോദിച്ചോ? നമ്മളാണെങ്കിൽ ചോദിക്കും. നമ്മളാണെങ്കിൽ ചോദിക്കും. അത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ചോദിക്കും. സ്തോത്രം, പല പ്രാവശ്യം ചോദിക്കും. എന്തിനാണെന്നറിയാമോ അങ്ങനെ ചോദിക്കുന്നത്? ആ വ്യക്തിയെ ഒരു എന്താ പറയാ, ഒരു നിസ്സാരമായി കാണുന്നത് കൊണ്ടാണ്. കർത്താവ് അങ്ങനെ കണ്ടില്ല. കർത്താവ് കണ്ടത് തന്റെ അടുത്ത് വന്ന കുഷ്ഠരോഗിയായ വ്യക്തിയെയാണ് കണ്ടത്. അവന്റെ പിന്നിലെ രഹസ്യങ്ങളോ പിന്നിലെ കാര്യങ്ങളോ ഇതൊന്നും കർത്താവിന് വിഷയമേ അല്ല.
ആ കുഷ്ഠരോഗിയെ കർത്താവ് തൊട്ടു സൗഖ്യമാക്കി. അവരെ തൊട്ട് സൗഖ്യമാക്കി. അപ്പോ ഈ ലോകം വെറുത്ത, ഈ ലോകം ഒറ്റപ്പെടുത്തിയ ഒരു സമൂഹം തന്നെ ഒറ്റപ്പെടുത്തി. മോശയുടെ പ്രമാണത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ, കുഷ്ഠരോഗികളെ പാർപ്പിക്കുന്നത് കുഷ്ഠരോഗമുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ 7 ദിവസം അടച്ചിട്ട ഇരുട്ടുള്ള മുറിയിൽ അടച്ചിടണമെന്നാണ് പ്രമാണം. 7 ദിവസം കഴിയുമ്പോൾ പുരോഹിതനെ വിളിച്ച് കാണിക്കണം. പുരോഹിതൻ ചെന്ന് നോക്കും. കുറവില്ലെങ്കിൽ അടുത്ത ഒരു 7 ദിവസം കൂടി കിടക്കണം. ഒന്നുകിൽ അവൻ ഗുണപ്പെട്ട് പുറത്തു വരും, ഇല്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് ചത്തുപോകും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷെ തന്റെ അടുക്കൽ നേരിട്ട് വന്ന ഈ കുഷ്ഠരോഗികളെ കണ്ടിട്ട് കർത്താവ് അവരെ തൊട്ട് സൗഖ്യമാക്കി. ആ 10 പേരിൽ ഒരാൾ ശമറിയക്കാരനും ബാക്കി 9 പേര് യഹൂദന്മാരുമായിരുന്നു. ശമറിയക്കാരൻ എന്ന് പറയുമ്പോൾ അന്യജാതിക്കാരനല്ല, ഇസ്രായേൽ വംശത്തിൽപ്പെട്ടവർ തന്നെയാണ്. പക്ഷെ അവർ ജാതികളുമായിട്ട് ഇടകലർന്നു പോയെന്ന് മാത്രം. പ്രമാണം 2 പേർക്കും ഒരുപോലെയാണ്. ഈ 2 പേർക്കും ഈ പ്രമാണം അറിയാവുന്നവരാണ്. അവർ കർത്താവിന്റെ അടുക്കൽ വന്നു. കർത്താവ് അവരോട് ചോദിച്ചില്ല, നിങ്ങൾ എവിടെന്നാ വന്നേന്ന്. അവര് പോയി സൗഖ്യമാക്കി. അവർ 10 പേരും പോയി. അല്പം കഴിഞ്ഞപ്പോൾ അതിൽ ഒരുവൻ തിരിച്ചു വന്നു. എന്തിനാ തിരിച്ചു വന്നത്? തന്നെ തൊട്ട് സൗഖ്യമാക്കിയ ആ ദൈവത്തോട്, കർത്താവ് തന്റെ ഗുരുവിനോട് നന്ദി പറയുവാൻ. അപ്പൊ ദൈവത്തോട്, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നത് ഒരു ഡെപ്പോസിറ്റ് ആണ്, സ്വർഗത്തിൽ ഒരു നിക്ഷേപമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നന്ദിയുള്ളവരായിരിപ്പിൻ. തന്റെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നന്ദിയുള്ളവരായിരിപ്പിൻ. ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. സ്തോത്രം. തന്നോട് കരുണ കാണിച്ചു കർത്താവ്, അല്ലെ? ആ കുഷ്ഠരോഗികളോട് കർത്താവിന് കരുണ തോന്നി. അതുപോലെ തന്നെ 3 ദിവസം തന്റെ കൂടെ ഇരുന്ന് വചനം കേട്ടിരുന്ന ആ ജനക്കൂട്ടത്തെ കണ്ട് കർത്താവ് എന്ത് ചെയ്തു? മനസ്സലിഞ്ഞു. ജനക്കൂട്ടത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവരിലെ ദീനക്കാരെ ഒക്കെ എന്ത് ചെയ്തു? കർത്താവ് സൗഖ്യമാക്കി. അപ്പം നമ്മുടെ സമശിഷ്ടമായിരിക്കുന്ന നമ്മുടെ വേലക്കാരോട്, അല്ലെങ്കിൽ സഹയോഗികളോട്, നമ്മുടെ വിശ്വാസികളോട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവരോട്, അത് വിശ്വാസികൾ തന്നെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ തൊട്ട അയലക്കത്ത് കിടക്കുന്ന ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വ്യക്തി, അവൻ പെന്തക്കോസുകാരനല്ല, അവൻ സഭയിലൊന്നും പോകുന്നില്ല, അവനൊരു ആപത്ത് വന്നു, ഒരു പ്രയാസം വന്നു, അവനൊരു വേദന വന്നു, അവനൊരു ദുഃഖം വന്നു, അവന് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായ ഒരു വേദനയിലൂടെ ആ കുടുംബം, അല്ലെങ്കിൽ ആ സഹോദരി, അല്ലെങ്കിൽ ആ സഹോദരൻ കടന്നു പോകുമ്പോൾ, ഇത് നമ്മൾ അറിഞ്ഞിട്ട് അവരോട് കരുണ കാണിക്കാതിരുന്നാൽ, അവരോട് കരുണ കാണിച്ചാൽ നമുക്ക് ഡിപ്പോസിറ്റ് കിട്ടും. നമ്മുടെ നിക്ഷേപം അവിടെ ഉണ്ടാവും, വർദ്ധിക്കും, നിക്ഷേപം വർദ്ധിക്കും. ചെയ്തില്ലെങ്കിൽ ആ നിക്ഷേപം ഉണ്ടാവത്തില്ല. സ്വർഗത്തിൽ പണം കൊടുത്ത് നിക്ഷേപിക്കണമെന്നല്ല ഇത് പറഞ്ഞതിനൊക്കെ അർത്ഥം. നമ്മൾ മനസ്സിലാക്കണം. വചനത്തിന്റെ വെളിച്ചത്തിൽ ആത്മാവിൽ ഇതിനെ വിവേചിച്ച് മനസ്സിലാക്കണം. സ്വർഗത്തിലെ നിക്ഷേപമാണ് നമുക്ക് വേണ്ടത്. സ്തോത്രം. ഒരു കാര്യം അതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ. ദൈവത്തിനൊരു നിക്ഷേപമുണ്ട്. ദൈവത്തിന്റെ നിക്ഷേപം. മലാക്കി പ്രവചനം 3:17 ഒന്ന് വായിച്ചേ. മലാക്കി പ്രവചനം 3:17. എന്താണ് ദൈവത്തിന്റെ നിക്ഷേപം? ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ. ആരാണ് നിക്ഷേപം? ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ദൈവത്തിന് ഒരു നിക്ഷേപമാണ്, ഒരു ഡിപ്പോസിറ്റ് ആണ്.
അപ്പോ ഇന്ന് ഈ വചനം ശുശ്രൂഷിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ദൈവത്തെ അറിഞ്ഞ് യേശുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിന്റെ ഡിപ്പോസിറ്റാണ്, ദൈവത്തിന്റെ നിക്ഷേപമാണ്. അപ്പോ ദൈവം എന്നെ ആ നിക്ഷേപത്തിലേക്ക് എന്നെ ദൈവത്തിന്റെ നിക്ഷേപമാക്കി തീർക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത വഴികളെ നമ്മൾ മറന്നു പോകരുത്. ദൈവം എന്നെ അല്ലെങ്കിൽ നമ്മളെ ദൈവത്തിന്റെ നിക്ഷേപമാക്കി തീർക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത വഴി എന്ന് പറയുന്നത് തന്റെ പുത്രനെ ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെ ഈ ലോകത്തിലേക്ക് അയച്ചു. തന്റെ മഹത്വം വെടിഞ്ഞ് ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിക്കൊടുത്ത ആ കരുണ, ആ സ്നേഹം, അതാണ് എന്നെയും നമ്മളെ ഓരോരുത്തരെയും സ്വർഗത്തിലെ അല്ലെങ്കിൽ ദൈവത്തിന്റെ നിക്ഷേപമാക്കി മാറ്റിയത്. അത് ദൈവത്തിന്റെ നിക്ഷേപമാണ് നമ്മൾ. അപ്പൊ ദൈവത്തിന്റെ നിക്ഷേപമായിരിക്കുന്ന നമ്മൾ സ്വർഗത്തിൽ നമ്മൾ നിക്ഷേപിക്കണം, സ്വർഗത്തിൽ നിക്ഷേപിക്കണം. അവിടെ നിക്ഷേപം ഉണ്ടെങ്കിലേ പ്രതിഫലം വീതിക്കുന്ന നാൾ എന്തെങ്കിലും കിട്ടുള്ളൂ. പ്രതിഫലം വീതിക്കുന്ന ഒരു നാളുണ്ട്. നമ്മുടെ കർത്താവ് വാനമേഘത്തിൽ വന്ന് തന്റെ ജനത്തെ കൂട്ടിവരുത്തി അവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പ്രതിഫലം വീതിക്കുന്ന നാളിൽ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ എന്ന് വചനം പറയുന്നത് കൊണ്ടാണ്. പ്രതിഫലം വീതിക്കുന്ന ഒരു നാള്, അതിൽ എനിക്കെന്ത് കിട്ടും, ഞാൻ എന്താണോ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് 100 വർഷത്തെ പെന്തക്കോസിന്റെ പാരമ്പര്യം ഉണ്ടായിരിക്കാം. 100 വർഷം കൊണ്ട് 1,85,000 പ്രസംഗങ്ങൾ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടാകാം. ലോകത്തുള്ള സകല രാജ്യങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ടാകാം. ഇതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ എനിക്ക് അവിടെ ഒരു നിക്ഷേപമില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തിൽ ഏതെങ്കിലുമൊക്കെ ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ട്, ഇല്ലേ? എത്രയോ വർഷങ്ങളായിട്ടൊക്കെ അക്കൗണ്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ ഒരാൾ പറയാം, എനിക്ക് 50 വർഷമായിട്ട് SBIയിൽ അക്കൗണ്ടാ, 50 വർഷമായിട്ട് ഞാൻ ഒരേ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ ചെന്ന് ബാങ്കിന്റെ ATMൽ ചെന്ന് ATM കാർഡ് ഇട്ട് കുത്തി ഞെക്കിക്കൊണ്ടിരുന്ന് പക്ഷെ ഒന്നും വന്നില്ല. അക്കൗണ്ട് 50 വർഷത്തെ പാരമ്പര്യമുണ്ട്, 50 വർഷം പഴക്കമുള്ള അക്കൗണ്ടാ. പക്ഷെ അങ്ങോട്ട് കുത്തിയപ്പോ ഇങ്ങോട്ടൊന്നും വരാനില്ല. കാര്യം എന്താണെന്നറിയാമോ? അങ്ങോട്ടൊന്നും ഇട്ടിട്ടില്ല. ശരിയല്ലേ ഞാൻ ഈ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വീഡിയോ തുറക്കാൻ സാധിക്കുന്നവർ വീഡിയോ തുറന്നാൽ നല്ലതായിരിക്കും. സ്തോത്രം. അപ്പോ നമ്മൾ ഒരു ബാങ്കിൽ അക്കൗണ്ട് എടുത്തിരിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും നമ്മൾ ഇട്ടെങ്കിൽ മാത്രമേ ആ ഇട്ടതിനുള്ളതനുസരിച്ച് നമുക്ക് ATMൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഒരു ഡിപ്പോസിറ്റ് വേണം, എന്തെങ്കിലും വേണം. ഒന്നുമില്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല. അക്കൗണ്ടിന്റെ പാരമ്പര്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് ICICI ബാങ്കിൽ വലിയ അക്കൗണ്ടാണ്, ബിസിനസ് അക്കൗണ്ട് ആണെന്നൊക്കെ പറഞ്ഞ വല്ല കാര്യമുണ്ടോ? അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഇങ്ങോട്ട് വരുവുള്ളൂ. എന്നതുപോലെ തന്നെ കർത്താവ് തൻ മാനമേഘത്തിൽ വെളിപ്പെടുമ്പോൾ, ദൈവം തന്റെ ജനത്തെ കൂട്ടിച്ചേർക്കുമ്പോൾ, അവർക്ക് പ്രതിഫലം വീതിച്ചു നൽകുമ്പോൾ നാം എന്താണോ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത്, അവനവൻ, മറ്റുള്ളവനല്ല, മറ്റുള്ളവരെ കുറിച്ചല്ല, അവനവൻ.
ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത്, അത് നല്ലതാകിലും തീയതാകിലും, ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും, എന്താണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. സ്തോത്രം. അയ്യോ, എനിക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഞാൻ 150 പ്രാവശ്യം വായിച്ച പരിജ്ഞാനം എനിക്കുണ്ട്. ഓരോ വാക്കുകളും എവിടെയാണെന്ന് എനിക്കറിയാം. ഒരു വാക്കിൽ എത്ര വള്ളിയുണ്ട് മുള്ളിയുണ്ട് ഇതൊക്കെ എനിക്കറിയാം. ഇതൊന്നും അവിടെ വില പോകത്തില്ല. നീ 150 പ്രാവശ്യം വായിക്കുകയോ, നീ 1,85,000 പ്രാവശ്യം വായിക്കുകയോ വായിക്കാതിരിക്കുകയോ ചെയ്യുന്നതല്ല ഈ നിക്ഷേപിക്കുന്നതിന്റെ മാനദണ്ഡം. നിനക്കിവിടെ ആത്മീയമായി വളരണമെങ്കിൽ നീ വചനം വായിച്ചോണം. അത് നിന്റെ കടമയാ. കിട്ടുന്ന സമയമൊക്കെ വചനം വായിക്കണം. പക്ഷെ നിക്ഷേപം ഞാൻ എന്ത് ചെയ്തു എന്നതിനടിസ്ഥാനമാക്കിയിട്ട. ആർക്ക് വേണ്ടി ചെയ്തു? ദൈവനാമത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി കർത്താവ് എനിക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം ഞാൻ എന്തു ചെയ്തു. അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചു തന്നേച്ചു പോയിരിക്കുന്നു. നാം ആ മാതൃക പിന്തുടരവേണ്ടവരല്ലോ. നാം ആ മാതൃക പിന്തുടരണം. ആ മാതൃക പിന്തുടർന്നവരാണ് അപ്പോസ്തലന്മാർ. കർത്താവ് കാണിച്ചു തന്ന മാതൃക അവർ പിന്തുടർന്നു. നമ്മുടെ അപ്പോസ്തല പ്രവൃത്തി മുതൽ, അല്ലെങ്കിൽ സുവിശേഷങ്ങൾ മുതൽ, യേശു കർത്താവിന്റെ ശുശ്രൂഷകൾ മുതൽ, ലേഖനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചൊന്ന് വായിക്കണം. അതിൽ കർത്താവ് പ്രാർത്ഥിച്ചതും അപ്പോസ്തല പ്രവൃത്തികളിലും ലേഖനങ്ങളിലും അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുമായ പ്രാർത്ഥനകളെ നമ്മളൊന്ന് അവലോകനം ചെയ്യണം. നമ്മൾ മനസ്സിരുത്തി ഒന്ന് അവലോകനം ചെയ്യണം. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രവൃത്തികളും അവരുടെ പ്രാർത്ഥനയും പ്രവൃത്തിയും എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. സ്തോത്രം. കർത്താവിന്റെ മരണത്തെ കുറിച്ച് താൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ, താൻ പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ, കൂടെ നിന്ന പത്രോസ് പറഞ്ഞു, കർത്താവേ, നിനക്ക് ഒരിക്കലും അങ്ങനെ സംഭവിക്കല്ലേ എന്ന് പറഞ്ഞ പുള്ളിയ. താൻ ലേഖനം എഴുതിയപ്പോൾ താൻ എഴുതിയത് എന്താണെന്ന് അറിയാമോ? അവൻ നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. ആ മാതൃക നാം പിന്തുടരണം. സ്തോത്രം. അപ്പൊ കർത്താവ് കാണിച്ചു തന്ന മാതൃക, കർത്താവിന്റെ യാത്രയുടെ മധ്യത്തിൽ കുഷ്ഠരോഗികൾ വന്നു. കർത്താവ് അവരെ തൊട്ടു. ഇന്നൊരു കുഷ്ഠരോഗി നമ്മുടെ മുമ്പിൽ വരികയാണെങ്കിൽ, ഇന്നൊരു കുഷ്ഠരോഗി ശരീരം മുഴുവനും പഴുത്ത് വ്രണമായി ഇയ്യോബിനെ പോലെയോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ 12 സംവത്സരമായിട്ട് ഇങ്ങനെ രക്തം ഒലിപ്പിച്ച് ഇങ്ങനെ വഴിനീളെ നടക്കുന്ന അവസ്ഥയിൽ, ഉടുത്തിരിക്കുന്ന വസ്ത്രവും എല്ലാം നാറ്റം വെച്ച അവസ്ഥയിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വരികയാണെങ്കിൽ, ആ വ്യക്തിയോട് നമ്മുടെ മനോഭാവം ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും? നമുക്ക് ആ വ്യക്തിയെ ഒന്ന് തൊടാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ നമുക്ക് കഴിയുമോ? കർത്താവ് കരുണ കാണിച്ചെന്നേ. കർത്താവ് അവള് ചെന്ന് തൊട്ട്. ആ സ്ത്രീ പുറകെ കൂടി ചെന്ന് കർത്താവിനെ അങ്ങ് തൊട്ടു. അത് അവളുടെ വിശ്വാസം. സ്തോത്രം.
ബർത്തിമായിയെ പോലുള്ള ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ യേശു ഇതിലെ വരുന്നെന്ന് കേട്ടിട്ട് താൻ ബഹളം വെക്കുക, നിലവിളിക്കുക, ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ കൂടെ നടക്കുന്ന മാന്യന്മാരൊക്കെ അവന്റെ വായ അടപ്പിക്കാൻ നോക്കുന്നു. അവന്റെ വായ അടപ്പിക്കാൻ പറ്റിയില്ല. അവന്റെ ശബ്ദം ഒന്നുകൂടി ഉച്ചത്തിലായി. കർത്താവ് അത് കേട്ടു, അവിടെ നിന്നു. അവനെ എന്റെ അടുക്കൽ വിളിക്കാൻ പറഞ്ഞു, അടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. അടുത്തു വന്നു. അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നീ എന്തിനാ നിലവിളിക്കുന്നേ? നീ എന്തിനാ ഇത്രയും അലമുറയിട്ട് കരയുന്നേ? എന്താ നിന്റെ വിഷയം? നീ എന്തിനാ ഇത്ര ഭാരപ്പെടുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം. അവന്റെ ഒരു പ്രകൃതം നമ്മളൊന്ന് ചിന്തിക്കണം. കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് അവന്റെ കുടുംബക്കാരോ ബന്ധക്കാരോ ആരൊക്കെയോ അവനെ പൊക്കിക്കൊണ്ടുവന്ന് വഴിയോരത്ത് ഇരുത്തിയിരിക്കുക. എന്തിനാ? ഭിക്ഷ മേടിക്കാൻ. ഭിക്ഷ വാങ്ങുന്ന ഒരു പാത്രം അവന്റെ കയ്യിലുണ്ട്. അവൻ കുളിച്ചിട്ടും നനച്ചിട്ടും ദീർഘമാസങ്ങളോ വർഷങ്ങളോ ഒക്കെ ആയി കാണും. നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ കാണാറില്ലേ അതുപോലുള്ള ഭിക്ഷക്കാരെ? കർത്താവ് അവനെ തൊട്ട് സൗഖ്യമാക്കി. അവനെ അങ്ങ് കർത്താവിന് ഇഷ്ടപ്പെട്ടു, തൊട്ടു. അവന്റെ ദേഹത്തുള്ള അഴുക്കോ അല്ലെങ്കിൽ അവന്റെ മുഷിഞ്ഞു കീറിയ വസ്ത്രമോ നാറ്റം പിടിച്ച അവസ്ഥയോ ഇതൊന്നും കർത്താവിന് വിഷയമല്ലായിരുന്നു. അവൻ എന്താണോ ആഗ്രഹിച്ചത്, എന്താണോ അവൻ കർത്താവിനോട് പറഞ്ഞത്, അത് കർത്താവ് നിവർത്തിച്ചു കൊടുത്തു. അവന് കാഴ്ച കൊടുത്തു. സ്തോത്രം. വേദനയോടെ കടന്നു വരുന്ന, ഭാരത്തോടെ കടന്നു വരുന്ന, മാനസികമായൊക്കെ തകർന്നു വരുന്ന ഒട്ടനവധി പേരെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാം. അവർ വിശ്വാസികളായിരിക്കണമെന്നില്ല, അവർ യേശുവിനെ അറിയണമെന്നില്ല. പക്ഷെ നമ്മൾ അറിയുന്നുവെങ്കിൽ, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയരെ, ഞാൻ നിങ്ങളെ ഒരു എൻകറേജിന് വേണ്ടി പറയാം. അവിടെ ഇറങ്ങിച്ചെല്ലണം. നമ്മൾ അവിടെ ഇറങ്ങിച്ചെല്ലണം. നമ്മുടെ ഈഗോ ഒക്കെ അങ്ങ് എടുത്ത് കളയണം. ഇന്നത്തെ പെന്തക്കോസുകാർക്ക് ഈഗോയാണ് വലുത്. ഭയങ്കര ഈഗോയാണെന്ന് അവർക്ക്. അയ്യോ, അത് കാണണമെങ്കിൽ സഭായോഗം കഴിഞ്ഞ് കൈ കൊടുക്കുമ്പോ അറിയാം എന്താ ഭാവം. കാരണം ഈ പുള്ളി വിചാരിക്കുന്ന, ഈ പുള്ളി ഇങ്ങനെ വടം കെട്ടി യേശുവിനെ കൊണ്ടുവന്നത് പോലെ. സ്തോത്രം. എടോ, തനിക്ക് വേണ്ടി വന്നതുപോലെ തന്നെയാണ് ഈ ഭിക്ഷക്കാരന് വേണ്ടി കർത്താവ് വന്നത്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ എല്ലാവരും ഒരുപോലെയാ. യിരെമ്യാ പ്രവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഞാൻ സകല ജനത്തിന്റെയും ദൈവമായ യഹോവയല്ലോ. സകല ജനത്തിന്റെയും. അത് പാരമ്പര്യ ക്രിസ്ത്യാനികളുടെ ദൈവം എന്നല്ല, സകല ജനത്തിന്റെയും. ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നവൻ ആരുണ്ടോ അവന്റെ എല്ലാം ദൈവമാ ഞാനും നീയും സേവിക്കുന്ന ദൈവം. അപ്പോ ആ കർത്താവ് കാണിച്ച മാതൃക പ്രകാരം പോയെങ്കിൽ മാത്രമേ നമുക്കിവിടെ വല്ലത്തെങ്കിലും കാണുകയുള്ളൂ. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലും ബാലൻസ് വേണം. സ്വർഗത്തിലെ ATM ചെന്ന് കുത്തുമ്പോൾ എന്തെങ്കിലും കിട്ടണം.
ഇവിടെ നമുക്ക് കിട്ടിയതിനൊക്കെ നമ്മൾ നന്ദി പറയുന്നുണ്ട്. അക്കൗണ്ടിൽ പൈസ ഇല്ലായിരുന്നു, കർത്താവെ നീ 1 കോടി രൂപ തന്നതിനായി സ്തോത്രം, നല്ല കാര്യം. കിടപ്പടമില്ലായിരുന്നു, 5 മുറിയുള്ള ബംഗ്ലാവ് തന്നതിനായി സ്തോത്രം, നല്ല കാര്യം. നീ എത്ര കാലം ജീവിക്കുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ജോലിയില്ലായിരുന്നു, ലക്ഷങ്ങൾ വാങ്ങുന്ന ജോലി തന്നതിനായി സ്തോത്രം, നല്ല കാര്യം. എത്ര ആയുസ് വരെ ജോലി ചെയ്യുമെന്ന് അറിയില്ല. ലോകത്തിലെ സകല രാജ്യങ്ങളിൽ ഓടി നടക്കത്തക്കവണ്ണം നല്ല ബിസിനസ് തന്നു, നല്ല കാര്യം. എത്രത്തോളം ഓടുമെന്നറിയില്ല. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ തന്നു, നല്ല വിദ്യാഭ്യാസം തന്നു, നല്ല കുടുംബം തന്നു. ഇതൊക്കെ നല്ലതാ. ഈ പറഞ്ഞതൊക്കെ ഇവിടം കൊണ്ട് അങ്ങ് തീരും. ഈ പറഞ്ഞ ഡിപ്പോസിറ്റുകളൊക്കെ പുഴുവും തുരുമ്പും കെടുത്തു പോകും. സ്തോത്രം. ഈ ഡിപ്പോസിറ്റ് ചെയ്ത വ്യക്തിയെ കുറിച്ച് മരിച്ച പെട്ടിക്കകത്ത് കിടക്കുമ്പോൾ അലമുറയിട്ട് കരയും ജനം. ആ കരച്ചിൽ കുഴിമാടത്തോളം വരും. കുറച്ച് ദിവസങ്ങൾ കൂടി മുന്നോട്ട് നിൽക്കും. അത് കഴിയുമ്പോൾ അതങ്ങ് മറക്കും. പിന്നെ ആരും ഓർക്കുകയില്ല, ഓർത്താലും ദുഃഖിക്കില്ല. ആ ഡിപ്പോസിറ്റ് അങ്ങ് തീർന്നു. ഹല്ലേലൂയ, രക്തത്താൽ ജയം. എന്നിട്ട് കർത്താവ് പറയാ, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ. അപ്പോ ഇവിടെ എത്രത്തോളം ധനം സമ്പാദിച്ചാലും എന്തെല്ലാം സ്വരുക്കൂട്ടിയാലും ഒറ്റ രാത്രി കൊണ്ട് ഒരു കള്ളൻ കയറിയാൽ മതി, സകലതും തവിടുപൊടിയാൻ. സ്തോത്രം. പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അയൽവക്കങ്ങളിലൊക്കെ കള്ളന്മാർ കയറും. വാങ്ങിച്ചു വെച്ചിരിക്കുന്ന അരിയൊക്കെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ കള്ളന്മാർ ഒരു കാലത്തുണ്ടായിരുന്നു. അത് അല്പം കൂടി ഗ്രേഡ് കൂടിയപ്പോൾ സഹോദരിമാരുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമാല, പണം ഇതൊക്കെ മോഷ്ടിക്കുന്ന കള്ളന്മാരായി മാറി. വണ്ടി മോഷ്ടിക്കുന്നവരായി, ബൈക്ക് ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ മോഷ്ടിക്കുന്നവരായി മാറി. ഇപ്പോൾ വീടുകൾ കയറിയുള്ള മോഷണം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ വീടുകൾ കയറാതെ തന്നെ നിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന ലക്ഷങ്ങൾ അവൻ തട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പുഴുവും തുരുമ്പും കിടന്ന് കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുന്ന ഈ ഭൂമിയിൽ നിക്ഷേപമരുത്. സ്തോത്രം. അപ്പോ എവിടെയാ നിക്ഷേപിക്കേണ്ടത്? സ്വർഗത്തിലൊരു നിക്ഷേപം വേണം. സ്വർഗത്തിലൊരു നിക്ഷേപം വേണം. ഇതെന്ത് ചെയ്യും? കർത്താവിന്റെ അടുത്ത് കുറച്ച് ആളുകൾ വന്നപ്പോൾ അവര് വേർതിരിച്ച് കർത്താവ് ഇടത്തും വലത്തുമായിട്ടൊക്കെ നിർത്തിയിട്ട് പറഞ്ഞു, ഒരു കൂട്ടരോട് പറഞ്ഞു, നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന അവകാശത്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അടുത്ത കൂട്ടരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെ എങ്ങനെ കർത്താവേ, ഞങ്ങൾ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ഞങ്ങൾ കുമ്പനാട് കൺവെൻഷൻ നടത്തി ഒരാഴ്ച, ഞങ്ങൾ ചിങ്കവനത്ത് ഒരാഴ്ച കൺവെൻഷൻ നടത്തി, ഞങ്ങൾ ഡൽഹിയിൽ ഒരാഴ്ച കൺവെൻഷൻ നടത്തി, ഞങ്ങൾ തിരുവല്ലയിൽ ഒരാഴ്ച കൺവെൻഷൻ നടത്തി, ഞങ്ങൾ ഒരാഴ്ചത്തെ കൺവെൻഷൻ പാലക്കാട് നടത്തി, ഒരാഴ്ചത്തെ കൺവെൻഷൻ കാസർഗോഡ് നടത്തി, തിരുവനന്തപുരത്ത് മുക്കിലും മൂലയിലും കൺവെൻഷൻ നടത്തി. ഞങ്ങൾ പിന്നെ അമേരിക്കയിൽ പോയി, അവിടെ ഞങ്ങൾ കൺവെൻഷൻ നടത്തി, ക്രൂസൈഡ് നടത്തി.
കർത്താവ് പറയാം, എനിക്ക് നിങ്ങളെ ഒന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾ ആരാ? നിങ്ങളോട് ആരാ പറഞ്ഞതൊക്കെ ചെയ്യാൻ? സ്തോത്രം. നിങ്ങളോട് ആരാ പറഞ്ഞതൊക്കെ ചെയ്യാൻ? ഹല്ലേലൂയ. മറ്റൊരിടത്ത് കർത്താവ് പറഞ്ഞു, എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ ആരും എന്നെ അന്വേഷിച്ചു വന്നില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും നിങ്ങൾ എനിക്ക് തന്നില്ല. അതെങ്ങനെ കർത്താവ് എന്താ അങ്ങനെ പറയണേ? കർത്താവ് ഞങ്ങളുടെ വീട്ടിൽ വന്നില്ലല്ലോ. അപ്പൊ എന്താ കർത്താവ് പറഞ്ഞെന്നറിയോ? നിങ്ങളിൽ ഈ ചെറിയവന്, നിങ്ങളിൽ ഈ ചെറിയവന്, ഈ ബർത്തിമായെ പോലുള്ള ഒരു വ്യക്തിക്ക്, ആ മുമ്പിലോട്ട് കടന്നു വന്ന കുഷ്ഠരോഗിയെ പോലുള്ള വ്യക്തിക്ക്, ആ രക്തസ്രാവക്കാരിയെ പോലുള്ള ഒരു സഹോദരിക്ക്, ആ 18 വർഷം കൊണ്ട് കൂനിയായിരുന്ന സ്ത്രീയെ പോലുള്ള സഹോദരിക്ക്, നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ, നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. സ്തോത്രം. ഡിപ്പോസിറ്റ് ഇല്ല. പ്രതിഫലം വീതിക്കുന്ന നാളിൽ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? രക്ഷ സൗജന്യമാണ് പ്രിയരെ, രക്ഷ സൗജന്യമാണ്. പരിശുദ്ധാത്മാവ് സൗജന്യമാണ്. കൃപകളും കൃപാവരങ്ങളും സൗജന്യമാണ്. അതൊന്നിനും നമ്മൾ വില കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഇതെല്ലാം കർത്താവ് നമുക്ക് ഫ്രീ ആയിട്ട് തരിക. അങ്ങനെയല്ലേ? ഇതെല്ലാം ഫ്രീ ആയിട്ട് തരികയാ. ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒന്നും കാണുകയില്ല. ഇവിടെ എന്തെങ്കിലും ചെയ്യണം. ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അതിനാണ് പ്രതിഫലം കിട്ടുന്നത്. സ്തോത്രം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, അത് ഹോസ്പിറ്റൽ ആകട്ടെ, ഓഫീസ് ആകട്ടെ, എവിടെന്തുമാകട്ടെ, നിങ്ങൾ എല്ലാ ദിവസവും പോയി രജിസ്റ്ററിൽ ഒപ്പിട്ടു, അല്ലെങ്കിൽ പഞ്ചിങ് ചെയ്തു, ഒരു മാസം കഴിഞ്ഞു, ശമ്പളം വാങ്ങുന്ന ഡേറ്റ് വന്നു, നിങ്ങളുടെ അക്കൗണ്ടിൽ ശമ്പളം വന്നില്ല. നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത സഹോദരനോ സഹോദരിക്കോ അക്കൗണ്ടിൽ പണം വന്നു, ശമ്പളം വന്നു, നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നില്ല. അപ്പൊ നിങ്ങൾ ചെന്ന് അന്വേഷിക്കുക. ഞാനും ചെന്ന് അന്വേഷിച്ചു എന്താ സംഭവം. അത് പറഞ്ഞു, നിങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ ശരിയാ, നിങ്ങൾ ഇവിടെ വന്നു എന്നുള്ളത് ശരിയാ, രജിസ്റ്ററിൽ സൈൻ ഉണ്ട്, നിങ്ങൾ പഞ്ച് ചെയ്തു എന്നുള്ളതൊക്കെ ശരിയാ, പക്ഷേ നിങ്ങൾ വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്തില്ല. നിങ്ങൾ വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്തില്ല. നിങ്ങൾ വന്നു, പഞ്ച് ചെയ്തു, അവിടെ പോയി കുത്തിയിരുന്നു. വൈകുന്നേരം ആയപ്പോൾ നിങ്ങളുടെ സമയം കഴിയാതെ തിരിച്ച് പഞ്ച് ചെയ്ത് നിങ്ങൾ ഇറങ്ങിപ്പോയി. നിങ്ങളുടെ റെക്കോർഡ് മൊത്തം നോക്കിയപ്പോൾ നിങ്ങൾ ഒരു നയാ പൈസയുടെ പണി നിങ്ങൾ ആ സ്ഥാപനത്തിൽ ചെയ്തിട്ടില്ല. ശമ്പളം തരുമോ അവര്? അവര് ശമ്പളം തരുമോ? എന്റെ അറിവിൽ കൊടുക്കത്തില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവമക്കളായ നമ്മൾ, നമ്മുടെ നിക്ഷേപം എവിടെയാ? ലൂക്കോസ് 12:34 ഇപ്പൊ നമ്മൾ വായിച്ച് 21-ാമത്തെ നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. എവിടെയാണ് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത്? കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? എന്ത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു? ഇന്ന് പകൽക്കാലം നാം നമ്മളോട് തന്നെ ചോദിക്കണം, എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ മഹാകരുണയാണ്.
ദൈവം അവസരം നമ്മുടെ മുമ്പിൽ തന്നിരിക്കുക. കർത്താവിനോട് പറ, കർത്താവേ, ഇതുവരെ എനിക്ക് നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ ഇഷ്ടപ്രകാരം എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. തുടർന്നുള്ള സമയങ്ങളിൽ, ദിനങ്ങളിൽ, ദിവസങ്ങളിൽ നിന്റെ നാമത്തിനു വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുവാൻ, നിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നിൽക്കുവാൻ, എനിക്ക് സ്വർഗത്തിൽ നിക്ഷേപം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എന്ന് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ കഴിയും? സ്തോത്രം. സദൃശവാക്യയുടെ പുസ്തകം 15:6. സദൃശവാക്യങ്ങൾ 15:6. നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട്, ദുഷ്ടന്റെ ആദായത്തിലോ അനർത്ഥം. അപ്പൊ നീതിമാന്റെ വീട്ടിൽ നിരവധി നിക്ഷേപങ്ങളുണ്ട്. ദൈവം നമ്മെ നീതീകരിച്ചത് ദൈവനാമത്തിൽ നമുക്ക് ലഭിക്കുന്ന നിക്ഷേപങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. ഇതിൽ നാം നിക്ഷേപം ഉണ്ടാക്കണം. സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം ഉണ്ടായിരിക്കണം. ദൈവം എന്നെ നീതീകരിച്ചു എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യും. എന്റെ അടുക്കൽ വരുന്ന കുഷ്ഠരോഗിയാകട്ടെ, രക്തസ്രാവക്കാരിയാകട്ടെ, ബർത്തിമായെ പോലുള്ള കുരുടന്മാരാകട്ടെ, ആരുമാകട്ടെ, നോക്ക്, പത്രോസും യോഹന്നാനും കൂടി നടന്നു പോകുമ്പോൾ ആ യെരൂശലേം ദേവാലയത്തിന്റെ നടയിലിരുന്ന് ഭിക്ഷ മേടിച്ചു കൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ, ജന്മനാ മുടന്തനായ മനുഷ്യൻ, ആ മനുഷ്യനെ കണ്ടിട്ട് പത്രോസ് അവന് കൈ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ അഭിമാനം കൊണ്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണ് ഇവൻ. പക്ഷെ ഇന്ന് ആ അഭിമാനത്തെ വലിച്ചു ദൂരെ കളഞ്ഞിട്ട് അതിനേക്കാളും വലിയ അഭിമാനം, ഹല്ലേലൂയ, സ്വർഗത്തിനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ താഴെ കിടന്ന് ഭിക്ഷ മേടിക്കുന്ന ഈ മുടന്തനായ മനുഷ്യന് അവനെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി താൻ കരം കൊടുക്കുകയാണ്, കൈനീട്ടുകയാണ്. പത്രോസ് പറയുന്നു, സ്വർണവും വെള്ളിയും ഒന്നും എന്റെ കയ്യിലില്ല. പത്രോസ് പറഞ്ഞത് വാസ്തവം. അവന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, വെള്ളം കുടിക്കാൻ പോലും കാശില്ലായിരുന്നു. ഇന്ന് നമുക്ക് ആർക്കെങ്കിലും ആ വചനം എടുത്ത് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റുമോ? സ്വർണവും വെള്ളിയും പണവും ഒന്നും എന്റെ കയ്യിലില്ല കർത്താവേ എന്ന് പറയാൻ ചങ്കൂറ്റമുള്ളവർ എത്ര പേരുണ്ട്? അതേ പത്രോസിന്റെ പടകിൽ ലൂക്കോസ് 5-ാം അധ്യായം 1 മുതൽ 10 വരെ വേദഭാഗം പഠിക്കുമ്പോൾ കാണാം, കർത്താവ് കയറിയ പടക്. ശൂന്യമായി കിടന്ന ആ പടകിൽ കർത്താവ് അവരോട് പറഞ്ഞു, കരയിൽ അല്പം നീക്ക്, ആഴത്തിലേക്ക് നീക്കി നീ വലയിറക്ക്. അവന്റെ ജീവിതത്തിൽ അന്ന് വരെ ലഭിക്കാതിരുന്ന ഒരു മീൻകൂട്ടം ആ വലയിൽ നിന്ന് അകപ്പെട്ടു. ഒറ്റയ്ക്ക് വലിച്ച് കയറ്റാൻ നോക്കിയ പത്രോസ്, അന്നത്തെ പത്രോസിന്റെ സ്വഭാവം അനുസരിച്ച് അറുത്ത കൈക്ക് അത് ഉപ്പ് തേക്കുകയല്ല. ഹല്ലേലൂയ. ആരോടും വഴങ്ങാത്ത, ആരോടും കീഴടങ്ങാത്ത സ്വഭാവമുള്ള പത്രോസിന്റെ പടകിൽ കർത്താവ് കയറി. അവന്റെ ശൂന്യതയെ കർത്താവ് മാറ്റി. പക്ഷേ എന്നെ ചിന്തിപ്പിച്ച കാര്യം അതല്ല. കർത്താവ് കയറിയത് ശീമോന്റെ പടകിലാണെങ്കിലും അവന്റെ വലയാണ് നിറച്ചതെങ്കിലും ഈ വല വലിച്ചു കയറ്റാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. ആ സമയത്ത് അവൻ കരയിലേക്ക് നോക്കുകയാണ്. എന്തിനാ അവൻ കരയിലോട്ട് നോക്കിയത്? കഴിഞ്ഞ രാത്രിയിൽ എന്റെ കൂടെ ഇതേ മീൻ പിടിക്കാൻ രാത്രി മുഴുവനും കഷ്ടപ്പെട്ട സഹോദരങ്ങൾ അവർ കരയിൽ നിൽക്കുകയാ. അവരുടെ പടക് ശൂന്യമാണ്. എന്റെ പടക് കർത്താവ് നിറച്ചു. എനിക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇതിനെ കൊണ്ടുപോകാമായിരുന്നു.
എന്നൊക്കെ പത്രോസിന് ചിന്തിക്കാം. പക്ഷെ അവന്റെ ചിന്താഗതികളെ കർത്താവ് മാറ്റിമറിച്ചു. അവനോട് കർത്താവ് ഒന്നും പറഞ്ഞില്ല കേട്ടോ. അവിടെ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. കർത്താവ് ഒന്നും പറഞ്ഞിട്ടില്ല. വല ഇറക്കാൻ പറഞ്ഞു, വല ഇറക്കി, വലയിൽ മീൻ നിറഞ്ഞു. അവന്റെ മനസ്സങ്ങ് മാറിയെന്നേ. തന്റെ കൂട്ടു സഹോദരങ്ങളെ കുറിച്ചുള്ള ചിന്ത അവനെ ഭരിച്ചു. എന്റെ സഹോദരങ്ങൾ, കഴിഞ്ഞ രാത്രി ഞങ്ങൾ ഒരുമിച്ച പടകിൽ വന്ന് ഈ കടലിൽ വന്നത്. ഞങ്ങൾ ഒരുമിച്ച് വലയിറക്കിയത്, ഞങ്ങൾ ഒരുമിച്ച് വേലയ്ക്ക് ഇറങ്ങിയത്, ഞങ്ങൾ ഒരുമിച്ച് ആരാധനയ്ക്ക് വന്നതാണ്. എന്നെ കർത്താവ് അനുഗ്രഹിച്ചു, എന്റെ കൂട്ടു സഹോദരൻ അനുഗ്രഹിച്ചില്ല. അതിന് ഞാൻ ഒരു കാരണമാകണം, ഞാൻ നിമിത്തമാകണം. ഇതാ കർത്താവ് കാണിച്ചു തന്ന മാതൃക. അതുകൊണ്ട് പത്രോസ് എഴുതി വെച്ചത്, അവൻ നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. ആ മാതൃക ഞാൻ പിന്തുടരണം. ആ മാതൃക പിന്തുടർന്ന പത്രോസ് യെരൂശലേം ദേവാലയത്തിന്റെ വാതിൽക്കൽ കിടന്നവനെ കണ്ടപ്പോൾ കൈ കൊടുത്തു. ഒരിക്കൽ ബർത്തിമായി മുമ്പിൽ വന്നപ്പോൾ തടഞ്ഞു നിർത്തിയവനാണ് ഈ പത്രോസ്. മിണ്ടൻ എന്ന് പറഞ്ഞവനാണ് പത്രോസ്. പലരെയും വഴിമാറ്റി നടത്തിയവനാ പത്രോസ്. പക്ഷെ കാണിച്ച മാതൃക ജീവിതത്തിൽ അനുകരിച്ചപ്പോൾ ഇയാൾ തന്റെ മുമ്പിൽ കിടന്ന മുടന്തനോട് കൈ കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ സ്വർഗത്തിൽ നിക്ഷേപിക്കുകയാ. തന്റെ നിക്ഷേപം സ്വർഗത്തിലാക്കുകയാ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ഹല്ലേലൂയ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഒന്ന് രണ്ട് വാക്യം കൂടി വായിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആമേൻ. സ്തോത്രം. യെശയ്യാ പ്രവചനം 33:6. യെശയ്യാ പ്രവചനം 33:6. നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാവും. യഹോഭക്തി അവിടെ നിക്ഷേപമായിരിക്കും. ആണോ? യഹോവയോടുള്ള ഭക്തി, യഹോവ ഭക്തി ഒരു നിക്ഷേപമാണ് കേട്ടോ. മറന്നു പോകരുത്. യഹോവയോടുള്ള ഭക്തി ഒരു നിക്ഷേപമാണ്. സ്തോത്രം. അടുത്തത് മത്തായി 19:21. മത്തായി 19:21. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. ചിലത് വിൽക്കണമെന്നേ. ചിലത് വിൽക്കാൻ തയ്യാറായാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. ചിലത് വിട്ടുകൊടുക്കാൻ നീ തയ്യാറായാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. പത്രോസിന്റെ പടകിൽ കർത്താവ് കയറിയപ്പോൾ താൻ പിടിച്ച ആ മീൻകൂട്ടത്തെ തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തു. അവരുടെ പടക് നിറഞ്ഞു. അതിൽ കൂടെ അവൻ സ്വർഗത്തിൽ നിക്ഷേപം സ്വീകരിക്കുകയായിരുന്നു. അവൻ ഡിപ്പോസിറ്റ് ചെയ്യുകയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആമേൻ. സ്തോത്രം. 2 കൊരിന്ത്യർ 4:7. 2 കൊരിന്ത്യർ 4:7. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന് ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ആമേൻ. ഏതാ ഈ നിക്ഷേപം? പൗലോസ് പറയുന്ന ഈ നിക്ഷേപം ഏതാണ്? ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു നിക്ഷേപമാണ്. ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു നിക്ഷേപമാണ്. എന്താ ഈ നിക്ഷേപം? ഈ മൺപാത്രത്തിൽ പകർന്നിരിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ആത്യന്തംപരമായ ശക്തി. ഈ ശക്തി, എങ്കിലും ഈ അത്യന്ത ശക്തി ഇത് ഞങ്ങളുടെ സ്വന്തം എന്നല്ല. ഇന്ന് പലരും സ്വന്തമാണെന്ന് പറഞ്ഞ് നടക്കുകയാ. വചനം പറയുന്നു, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല.
പിന്നെയോ ഇത് ദൈവത്തിന്റെ ദാനമത്രേ. ഇത് ദൈവം തന്ന ഡിപ്പോസിറ്റ് ആണ് എന്റെ ഹൃദയത്തിൽ, എന്റെ ജീവിതത്തിൽ. അത് ഈ മൺപാത്രത്തിൽ പകർന്നിരിക്കുകയാണ്. എന്തിനായി മൺപാത്രത്തിൽ ഈ നിക്ഷേപത്തെ തന്നിരിക്കുന്നത്? ഈ നിക്ഷേപം ഉണ്ടെങ്കിലേ എനിക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നിക്ഷേപിക്കാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവെന്ന നിക്ഷേപമില്ലാത്തവന് സ്വർഗത്തിൽ ഒന്നും നിക്ഷേപിക്കാൻ കഴിയത്തില്ല. സകലത്തിനും വഴികാട്ടിയായി ബുദ്ധി ഉപദേശിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന, നമുക്ക് ബോധം വരുത്തുന്ന, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സുബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ആത്യന്തംബരമായ ശക്തി ഈ മൺകൂടാരത്തിലുള്ളിടത്തോളം ഞാൻ അവിടെ നിക്ഷേപിക്കും. ഇവിടെ നിക്ഷേപിച്ചാൽ ഇതെല്ലാം പുഴുവും തുരുമ്പും കെടുത്തു പോകും. എന്റെ അടുത്ത് വരുന്നവനെ സ്വർഗത്തിലേക്ക് നിക്ഷേപിക്കണം. അത് കുഷ്ഠരോഗി വന്നാലും, കുരുടൻ വന്നാലും, മുടന്തൻ വന്നാലും, ബധിരൻ വന്നാലും, രക്തസ്രാവക്കാരി വന്നാലും, വ്യഭിചാരം ചെയ്തവൾ വന്നാലും, ആര് വന്നാലും എനിക്ക് അവനെ അവളെ സ്വർഗത്തിനായി നിക്ഷേപിക്കണം. അതിനായി ഈ ശക്തി എന്റെ അകത്ത് തന്നിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. പ്രിയരെ, ഈ പരിശുദ്ധാത്മാവിന്റെ ആത്യന്തംബരമായ ശക്തി അത് ദൈവത്തിന്റെ ദാനമായി നമ്മുടെ അകത്ത് തന്നിരിക്കുന്നത് സ്വർഗത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാ. സ്വർഗത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാ. ഹല്ലേലൂയ. ആ ശക്തിയാണ് ഈ കുരുടാലിയ ആ മുടന്തനെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പത്രോസിനെ യോഹന്നാനെ സഹായിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ആ തബീഥ എന്ന പെൺകുഞ്ഞ് മരിച്ചു പോയപ്പോൾ അവളെ എഴുന്നേൽപ്പിക്കാൻ സാധിച്ചത് ആ പത്രോസിന്റെ അകത്ത് പകർന്നിരുന്ന ഈ അത്യന്തംബരമായ ശക്തിയാണ്. പൗലോസ് പോയിടത്തെല്ലാം വിടുതലുകൾ നടന്നത്. ഹല്ലേലൂയ. മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ അവന് മനസ്സ് തോന്നിയത് അവന്റെ അകത്ത് പകർന്നിരുന്ന ഈ അത്യന്തംബരമായ ശക്തിയാണ്. നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന ഈ അത്യന്തംബരമായ ശക്തിയെ ഹല്ലേലൂയ അത് സ്വർഗത്തിന് നിക്ഷേപിക്കുവാൻ, ഹല്ലേലൂയ അത് നിമിത്തം ദൈവനാമം മഹത്വപ്പെടുവാൻ, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി, ദൈവനാമത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, യേശുവിനെ ഉയർത്തുവാൻ വേണ്ടി ഉപയോഗിക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. സ്തോത്രം. നമ്മുടെ നിക്ഷേപം ഇന്ന് എവിടെയാണ്? നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. നീ എവിടെയാണോ നിക്ഷേപിച്ചിരിക്കുന്നത്, എവിടെയാണോ ഏത് യജമാനനുമായിട്ടാണോ നിനക്ക് ബന്ധമുള്ളത്, ആ യജമാനന്റെ ബാങ്കിലായിരിക്കും നീ നിക്ഷേപിച്ചിരിക്കുന്നത്. സ്തോത്രം. ആ യജമാനൻ ഒറ്റ വാക്യം, ഹല്ലേലൂയ, 24 വാക്യം കൂടി വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 24, മത്തായി 6:24. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. സ്തോത്രം. അപ്പൊ രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും സാധിക്കില്ല. ഇന്ന് പകൽക്കാലം നാം നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ ഏത് യജമാനൻ അധീനനാണ്? ഞാൻ സേവിക്കുന്ന യജമാനൻ ആരാണ്? ദൈവമാണോ എന്റെ യജമാനൻ? അതോ ഈ ലോകമാണോ, മാമോനാണോ, പിശാചാണോ, അതോ എന്റെ ജഡമാണോ? ദൈവത്തെക്കാൾ അധികം ഒന്നിനെയും സ്നേഹിക്കരുതെന്ന് കർത്താവ് നമുക്ക് വചനം തന്നിരിക്കുന്നു. സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ചെയ്യാം. നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാം, മറ്റുള്ളവരോട് ദയ കാണിക്കാം. ഹല്ലേലൂയ. ആവശ്യബോധത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് കൈത്താങ്ങായി തീരുവാൻ, ഹല്ലേലൂയ, നമ്മളാൽ ആവോളം, ഹല്ലേലൂയ, നിങ്ങളാൽ ആവോളം, നമ്മളാൽ ആവോളം, ഹല്ലേലൂയ, ദൈവനാമത്തിനു വേണ്ടി, ഹല്ലേലൂയ, പ്രയോജനപ്പെടുവാൻ. അതേത് വിധത്തിൽ കർത്താവിനോട് ചോദിക്കുക, കർത്താവെ, ഞാൻ ഏത് വിധത്തിലാണ് പ്രയോജനപ്പെടേണ്ടത്? ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ,
അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ഘോഷിപ്പാൻ എളിയവനെ സഹായിച്ചല്ലോ. അതിന്റെ കഴിവുമെടുക്കും ഒന്നുമല്ലപ്പോ അവിടുത്തെ കൃപാങ്കടത, അങ്ങയുടെ വിശ്വസ്തത ഒന്നു മാത്രമാകിയാൽ ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു. കർത്താവെ, ഈ ഹല്ലേലൂയ ബഥേൽ മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം. നേതൃത്വം കൊടുക്കുന്ന ദൈവദാസനെ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ. കടന്നു വന്ന് ഇന്ന് പകൽക്കാലം വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ പാട്ടുപാടി ആരാധിച്ച പ്രിയ സഹോദരിക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്ത സഹോദരിക്കായി സ്തോത്രം. അവരുടെ കുടുംബങ്ങൾ, തലമുറകൾ, ഉപജീവന ശുശ്രൂഷ മേഖലകളെല്ലാം യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് പകൽക്കാലം കേട്ട വചനം ഏറ്റെടുത്ത ഓരോ ജീവിതങ്ങളുടെ അനുഗ്രഹത്തിനും വിടുതലിനും ആശ്വാസത്തിനും കാരണമാകുന്നതിനായി സ്തോത്രം. നഗരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം ധാരാളമായി പകൽക്കാലം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ദേവദാസനെ. ദൈവം ധാരാളമായി പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ദേവദാസനെ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പകൽക്കാലം കർത്താവിനെ നമുക്ക് ഒരുമിച്ച് പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും സ്വർഗ്ഗം നമ്മെ സഹായിച്ചല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമ്മെ കേൾപ്പിച്ച കർത്താവിന്റെ വിലയേറിയ ആലോചനയ്ക്ക് ആയുസ്സോ. ഞാൻ വീഡിയോയിലേക്ക് തന്നെ ഞാൻ ആദ്യം പോലെ മെസ്സേജ് ഉണ്ടായിരുന്നു. ദിവസങ്ങളിൽ നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലേക്ക് മാത്രമായിരുന്നെങ്കിൽ കർത്താവിന് സ്തോത്രം. ദൈവം നമ്മോട് പറഞ്ഞ വായിട്ടങ്ങൾ നിവർത്തിക്കാൻ തുടങ്ങുന്ന കർത്താവ് വിശ്വസ്തനായ കർത്താവാണ്. നമ്മൾ നിക്ഷേപം ഉള്ളിടത്ത് നമ്മുടെ ഹൃദയം ഇരിക്കും. അതുകൊണ്ട് എങ്കിലും ഈ അജ്ഞതശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന് ദാനമത്ര എന്ന് വരേണ്ടത്. ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളാണെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഓർപ്പിക്കുന്നില്ലേ, ഇത് ഏത് സമയത്തും ഈ മൺപാത്രങ്ങളായതുകൊണ്ട് സൂക്ഷിക്കുവാനും കഴിയും, പൊട്ടിക്കുവാനും കഴിയും. ഏത് സമയത്ത് എത്ര നൂറ്റാണ്ടുകൾ വേണമെങ്കിലും ഈ മൺപാത്രങ്ങൾ ഈ നിക്ഷേപം സൂക്ഷിക്കുവാനും കഴിയും. ഒറ്റ സെക്കൻഡ് കൊണ്ട്, ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടിക്കുവാനും കഴിയും. പലപ്പോഴും നമ്മുടെ അവിശ്വസ്ത മുഖാണ് പലപ്പോഴും നമ്മൾ പൊട്ടിച്ചു വീണ്ടും നമ്മൾ റീസ്റ്റോർ ചെയ്യാറുണ്ട്. എന്നാൽ ദിവസങ്ങൾ ഇനിയുള്ള നാളുകളെങ്കിലും കർത്താവ് ഈ അത്യന്തശക്തി മൺകൂടാണ് കർത്താവ് പറഞ്ഞ ശക്തി, അത്യന്തശക്തി സ്തോത്രം, അത് ദൈവദാനമെത്തുന്നവരെ ദിവസങ്ങളിൽ കർത്താവിന്റെ ആ നിക്ഷേപം നമ്മുടെ മൺപാത്രങ്ങളിൽ സ്റ്റോർ ചെയ്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തെ പ്രയോജനപ്പെടുവാൻ തുടങ്ങുന്ന കർത്താവ് സഹായിക്കട്ടെ. എങ്കിലും ഈ അത്യന്തശക്തി, അതുകൊണ്ട് ഈ അത്യന്തശക്തി കർത്താവ് ദാനമാണ്. ആ ദാനമായ നിക്ഷേപം നമ്മുടെ മൺപാത്രം പകരുവാൻ തുടങ്ങുന്ന കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ ആ നിക്ഷേപമെല്ലാം സ്വർഗത്തിലേക്കായി തീരുവാൻ കർത്താവ് സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിന്റെ ക്രിസ്തു പലകാലം വിലയേറിയ ആളുകളെ കേൾക്കുന്ന കർത്താവ് സഹായിച്ചല്ലോ. മരുന്ന് ശുശ്രൂഷ അഭിഷദാസനെ എല്ലാവരുമായ സ്നേഹവും നന്ദി വന്ദനവും. നമ്മുടെ മീറ്റിംഗിൽ പുതിയതായിട്ടല്ല, പലപ്പോഴും നമ്മുടെ മീറ്റിംഗ് പകലും രാത്രിയിലും ശുശ്രൂഷിക്കുക അഭിഷദാസനാണ്. എല്ലാവുമായ നന്ദി വന്ദനോട് കർത്തദാസി കുഞ്ഞുങ്ങളെ മിനിസ്ട്രിയിൽ ലോകത്തിന്റെ മിനിസ്ട്രിയിലും കർത്താവ് അധികമായി അനുഗ്രഹിച്ച പ്രാർത്ഥനകളും എല്ലാതുമായ നന്ദി വന്ദനം അറിയിക്കുന്നു. വളരെ ഭംഗിയായിട്ട് ചെയ്ത ഷൈനി മോളെ നന്ദി വന്ദനം അറിയിക്കുന്നു. മീറ്റിംഗിൽ പ്രാർത്ഥനയെ സഹായിച്ചവർ, മീറ്റിംഗ് പങ്കെടുത്തവരെല്ലാവരും നന്ദി വന്ദനം അറിയിക്കുന്നു. ഇപ്പോൾ ചുരുക്കമാക്കി ശബരിശം പ്രാർത്ഥിക്കും. ഞാൻ ആശ്രമം പറയും. ശബരിശം പ്രാർത്ഥിച്ചാണ് ചുരുക്കമാക്കി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്നത്തിന് നീതിമാനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ പാദപീഠത്തിങ്കൽ ദിനവും യേശുവിനോട് കൂടെ കർത്താവെ അങ്ങയെ സ്തുതിപ്പാനും വന്ദിപ്പാനും മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഇടയാക്കിയതിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെയും കർത്താവെ ഞങ്ങളെ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിവിധ വിഷയങ്ങളെ മധ്യസ്ഥം വഹിച്ച ഓരോ മക്കളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് കേൾപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം സംസാരിച്ച നിന്റെ ദാസനെ അങ്ങയുടെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. കുടുംബമായി മാനിക്കപ്പെടുമാറണമേ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വെറിൽ ഗോസ്പൽ മിനിസ്ട്രി അങ്ങയുടെ കരങ്ങളിലേക്ക് കേൾപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് റോയ് പാസ്റ്ററേൽ അങ്ങയുടെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നത് തിടുക്കത്തോടെ കർത്താവെ ദൈവസന്നിധിയിൽ കർത്താവെ ആയിരിപ്പാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഇടയാക്കിയതിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവനാമത്തിന് വേണ്ടി കർത്താവ് പ്രിയപ്പെട്ടവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ദൈവനാമത്തിനായി തീരത്തക്കവണ്ണം അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നിധി തലവണയ്ക്ക് ഓരോ മക്കളെയും കർത്താവെ രഹസ്യവും പരസ്യവുമായ എല്ലാ പ്രാർത്ഥന വിഷയത്തിന്മേലും കർത്താവെ അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം കർത്താവെ പരിശുദ്ധാത്മാവ് നിറവിൽ കർത്താവെ ആയിരിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ആമേൻ. സ്തോത്രം. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം കാവലും ഇന്ന് പകൽക്കാലം കടന്ന് സംബന്ധിച്ച എല്ലാ നിങ്ങൾക്കൂടെ കൊടുത്തുള്ള അരുമീനിയോട് കൂടി ഇന്ന് പകൽക്കാലം ഐശ്വര്യമായി വരുന്ന ശുശ്രൂഷകർ തന്റെ അഭിഷദാസന കൂടിയും കേൾക്കപ്പെട്ട വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവികാര്യങ്ങൾ കൂടിയും
ഇപ്പോഴും കർത്താവിന്റെ മേഘപ്രദുഷ്ടനായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. അറക്കപ്പെട്ട കുഞ്ഞാണ് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ വിശ്വാസം പാസ്റ്റർ പി.ഡി. ജോർജ് അവറുകളെ എല്ലാമായ നന്ദി വന്ദനം എന്റെ കുടുംബത്തിന്റെ പേരിലും ഈ കൂട്ടായ്മയുടെ പേരിലും അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ അല്ലെ വളരെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശ്വരം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന ഓർക്കാം. അത് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന ഓർക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ ഭംഗിയായി ലീഡ് ചെയ്ത ഷാൻഡി മോളെയും നന്ദി വന്ദനം കർത്താവ് വീണ്ടും കൃപകളാൽ നിറയ്ക്കട്ടെ. ഞാൻ അതിവിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വളരെ പക്വതയോടുകൂടി ഭംഗിയായി ലീഡ് ചെയ്യാൻ കർത്താവ് സഹായിച്ചു. വീണ്ടും കർത്താവും കൃപകളാലും അഭിഷേകത്താലും കർത്താവ് നിറയ്ക്കട്ടെ. ദൈവത്തോട് പിന്നെയും പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കാൻ അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. കർത്താവിനെ വെച്ചാൽ നമുക്ക് വൈകിട്ട് കൃത്യം 7 മണിക്ക് യോഗം പ്രാർത്ഥിച്ചാരംഭിക്കും. എല്ലാവരും തക്ക സമയത്ത് മീറ്റിൽ പങ്കെടുക്കുക. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥന തക്ക സമയത്ത് പങ്കെടുക്കണമേ. കർത്താവ് നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ പരിചയമുള്ളവർക്കെല്ലാം ഈ ലിങ്ക് ഷെയർ ചെയ്യും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്റ്റാറ്റസിൽ ഇടുവാനും എങ്ങനെയെല്ലാം ഈ ശുശ്രൂഷ എത്തിക്കാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ എത്തിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. കാരണം അല്ലെ 10 പേര് കാണുമ്പോൾ എന്തായാലും ഒരാൾ കാണാതിരിക്കില്ല, കയറാതിരിക്കില്ല. അത് അവർക്കും അനുഗ്രഹം, നമുക്കും അനുഗ്രഹമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തബീ സൃഷ്ടി പ്രൈസ് ലോർഡ്. കേട്ടോ? പ്രൈസ് ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ വലിയ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഷാനിമോളെ പ്രൈസ് ലോർഡ് അനുഗ്രഹിക്കുമാറാകട്ടെ. ശമരിയോർസദയും ധാരാളം അനുഗ്രഹിക്കട്ടെ. മിനിയപ്രമാമയെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗ്രേസ് പൊട്സമാവതിയും ധാരാളം അനുഗ്രഹിക്കട്ടെ. സാഹൃദ സൃഷ്ടി അനുഗ്രഹിക്കട്ടെ. ഐസ്ലിമോളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ബോസ്കർ പ്രഭു അനുഗ്രഹിക്കട്ടെ. ഷേലിന്റെ മാമയെ അനുഗ്രഹിക്കും. യാത്ര കർത്താവിന്റെ സാന്നിധ്യം കൊണ്ടാണ് പ്രാർത്ഥിക്കാം. രാജ്യമ സൃഷ്ടിയും ധാരാളം അനുഗ്രഹിക്കട്ടെ. സൂസൻ റിജി മോളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബിൻസി അബ്രാം സൃഷ്ടി അനുഗ്രഹിക്കട്ടെ. സിജു തോമസ് അനുഗ്രഹിക്കട്ടെ. എൽസിയുടെ സമാധി അനുഗ്രഹിക്കട്ടെ. സൂസൻ സൃഷ്ടി അനുഗ്രഹിക്കട്ടെ. ഫേബ വിനോദ് സൃഷ്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷൈനി മാത്യു സൃഷ്ടിയും ധാരാളം അനുഗ്രഹിക്കട്ടെ. പേര് വിട്ടുകൊണ്ട് ക്ഷമിക്കുക. കർത്താവ് എല്ലാവരും ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് കൃത്യം 7 മണിക്ക് യോഗം പ്രാർത്ഥിച്ചാരംഭിക്കും. റൂബിജും മോളതെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ബോസ്കോടെ അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് ഗോഡ്സം മോനെയും അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് കൃത്യം 7 മണിക്ക് യോഗം പ്രാർത്ഥിച്ചാരംഭിക്കും. എല്ലാവരും പ്രാർത്ഥന കടന്നു വരിക. കർത്താവ് എല്ലാവരും ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ.